ഇന്ന് നമ്മൾ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അരിയൊന്നും അരച്ച് കഷ്ടപ്പെടാതെ രാവിലെ നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് കറിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാർ എടുത്ത് വെച്ചിട്ട് അതിൽ നമുക്ക് 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കാം. റവ വറുക്കാത്തതോ വറുത്തതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ റവ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇനി തൈര് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് എടുക്കണേ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കുക. വെള്ളം ഒരു 1/4 കപ്പ് ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് അരച്ച് നോക്കുക, എന്നിട്ട് വേണമെങ്കിൽ മാത്രം പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അരച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ബൗളിലേക്ക് ഒഴിച്ച് വെക്കുക. അപ്പോൾ ഇനി മിക്സി ജാറിൽ കുറച്ച് വെള്ളം മാത്രം ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം ലൂസിലല്ലാത്ത ഒരു മാവാണ് റെഡിയാക്കി എടുക്കേണ്ടത്. നമ്മൾ ദോശ മാവിനെല്ലാം അരച്ചെടുക്കുന്നില്ലേ, ആ ഒരു തിക്നെസ്സിൽ റെഡിയാക്കിയിട്ട് നമുക്കിത് മൂടി വെക്കുക. ഇനി നമുക്ക് ചെറിയൊരു പരിപാടി കൂടി ഉണ്ട്. അത് നമ്മൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് 1 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിനി കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തത്. ജീരകം നമുക്ക് ഒരു 1/2 ടീസ്പൂണെല്ലാം എടുക്കാം. പിന്നെ വേണ്ടത് ഉള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി മതി. പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നാൽ മതി, ഒരുപാടങ്ങ് കളറ് ചേഞ്ച് ആകണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കളറ് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതാ എല്ലാ മസാലയും ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് മിക്സ് ആക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കുറവ് പോലെ തോന്നിയത് കൊണ്ട് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. നമ്മൾ ദോശമാവിൽ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഉപ്പ്, നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കണ്ട എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കുഴിയുള്ള പാത്രം എടുക്കുക. എന്നിട്ട് അതിൽ 1 ടീസ്പൂണ് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് 1-2 സ്പൂണ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മൂടി വെക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണേ, എന്നാലേ ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റെല്ലാം കഴിയുമ്പോൾ തന്നെ ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വരും. ആ സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലത്തെ കുഴിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ മറ്റേ പാലപ്പെല്ലാം ഉണ്ടാക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാത്രമില്ലേ, അതിലുണ്ടാക്കിയാലും മതി. അതിലാകുമ്പോൾ നമുക്ക് എണ്ണയും കുറവ് മതിയാവും. ഇതിപ്പോൾ ഞാനിതാ നല്ല ഷേപ്പിലെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പാത്രം തന്നെ എടുത്തത്. അപ്പോൾ ഇതാ നമ്മുടെ ബൻ ദോശ റെഡി ആയിട്ടുണ്ട്. അരിയൊന്നും അരക്കാണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബൻ ദോശയാണ്. അതുമാത്രമല്ല നമുക്ക് കറിയും വേണ്ട, അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.